ക്രോസൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, കുറച്ച് ഉപ്പ്, ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓയിലായാലും മതി. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം ചെറു ചൂടുള്ള പാലൊഴിച്ച് കുഴച്ചെടുക്കാം. ഇനി ഇത് ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് നന്നായി കവർ ചെയ്ത് 1 മണിക്കൂർ പൊങ്ങാനായി മാറ്റി വെക്കാം. ഇത് പൊങ്ങാനുള്ള സമയം കൊണ്ട് നമുക്കിതിനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. എല്ലില്ലാതെ ചെറുതായി കട്ട് ചെയ്തെടുത്ത ചിക്കനിലേക്ക് ഉപ്പ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ മസാല ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അധികം ഓയിൽ ഒഴിക്കാൻ പാടില്ല, കുറച്ച് ഓയിലേ വേണ്ടൂ. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇവ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്ക് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ല എളുപ്പം. ഇത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാം.
ഓരോന്നും ഇങ്ങനെ ഉരുളകളാക്കി വെക്കാം. ഇതിന്ന് ലാസ്റ്റ് നമുക്കൊരു വലിയ ഉരുള എടുത്ത് അതൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ മൈദ തൂവിയിട്ട് വേണം പരത്താൻ. മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ പരത്തും തോറും ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും. അധികം തിന്നായിട്ട് പരത്താൻ പാടില്ല. ഇത് നമ്മൾ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ അറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെയാണിത് റോൾ ചെയ്തെടുക്കേണ്ടത്. കണ്ടല്ലോ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ആദ്യം ചെറിയ ഉരുളകളാക്കി വെച്ചില്ലേ, അത് ഞാൻ വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇങ്ങനെ നീളത്തിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എൻഡ് കട്ട് ചെയ്യാൻ പാടില്ല. പകുതി ഭാഗമാണ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത്. പകുതി ഭാഗത്ത് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു ഷേപ്പിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. കുറച്ചുകൂടി വലിയ ഉരുളകളാണ് ഇതിനെടുത്തത്.
ഇത് പൊങ്ങി വരാനായിട്ട് അരമണിക്കൂർ നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വെക്കാം. അതിനുശേഷം നമ്മൾ 150 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുട്ടയും പാലും കൂടിയുള്ള മിക്സ് നമുക്കിതിന് മുകളിൽ തേച്ച് കൊടുക്കാം. ഇതിന് ശേഷം വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ. നമ്മുടെ ക്രോസൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും.